രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സർക്കാർ ഗവർണർ ഭിന്നത തുടർന്നേക്കും. രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നത് തുടരാനാണ് സാധ്യത. സർക്കാർ ഇത്തരം പരിപാടികൾ ബഹിഷ്കരിക്കുന്നതും തുടരേണ്ടി വരും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ തുടർന്നുള്ള പരിപാടികളിലും ഇത്തരത്തിൽ ഈ ചിത്രം തന്നെ ഉപയോഗിക്കും എന്ന നിലപാട് രാജ്ഭവൻ കൂടി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ തുടർന്നുള്ള സമീപനം, ഒരിടവേളയ്ക്ക് ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് വീണ്ടും മുറുകുന്ന സാഹചര്യമാണോ സലീം? റിജിത്ത്, സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് പുതിയ ഗവർണർ വന്നതിന് പിന്നാലെ രാജ്ഭവനും സർക്കാരും തമ്മിൽ രമ്യതയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് RSS സൈദ്ധാന്തികൻ രാജ്ഭവനിലെത്തി പ്രസംഗിച്ചത് മുതൽ തന്നെ ആ ഭിന്നത ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് ആ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് ഇന്നലത്തോടെ കാര്യങ്ങൾ പോകുന്നത്. അതായത് RSSന്റെ പതാക ഏന്തിയ ഭാരതാംബയെ ഉപയോഗിച്ചു, രാജ്ഭവനിൽ ഉപയോഗിച്ചു, ഔദ്യോഗിക പരിപാടികൾക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ആ ചിത്രം ഉപയോഗിക്കുന്ന എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് നിലവിലുള്ളത്. ഈ ചിത്രം ഇതിനു മുൻപ് രാജ്ഭവനിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട RSS സൈദ്ധാന്തികൻ എത്തി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രഭാഷണം നടത്തിയതിനു ശേഷമാണ് ഈ ചിത്രം രാജ്ഭവനിൽ എത്തുകയും രാജ്ഭവനിൽ പരിപാടികൾക്ക് ഈ ചിത്രം ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തത്. ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പരിപാടികളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നതോ രാഷ്ട്രീയ ചിഹ്നമുള്ളതോ ആയ ചിത്രങ്ങളല്ല രാജ്ഭവൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം ഈ വിഷയത്തിൽ ഈ തുടർന്നുള്ള പരിപാടികളിലും ഈ ചിത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് രാജ്ഭവനും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മന്ത്രി പങ്കെടുക്കാത്തത് രാജ്ഭവനിൽ പ്രത്യേകിച്ചും ഗവർണർക്ക് വലിയ എതിർപ്പിന് വഴിവെച്ചിട്ടുണ്ട്. ഗവർണർ പറയുന്നത് മന്ത്രിമാർ അങ്ങനെ വിട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് വിട്ടുനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് സാധാരണഗതിയിൽ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവൻ സ്വന്തം നിലയിൽ സംഘടിപ്പിക്കാറില്ല. ഇന്നലെ ഈ പരിപാടി ബഹിഷ്കരിച്ചതിന് ശേഷം, പരിപാടി ബഹിഷ്കരിച്ച് ദർബാർ ഹാളിലേക്ക് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിപാടി മാറ്റിയതിന് ശേഷം ഗവർണർ അതേ വേദിയിൽ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കായി തയ്യാറാക്കിയ അതേ വേദിയിൽ ഇതേ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് രാജ്ഭവൻ്റേതായ നിലയിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതോടുകൂടി ഗവർണർ സർക്കാർ തുറന്ന പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും. നമ്മൾ മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായിരുന്ന സമയത്ത് വളരെ കാലം ഈ സർക്കാർ ഗവർണർ പോര് കണ്ടതാണ്. രാജ്ഭവനുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ മാത്രമായിരുന്നു. പരിപാടികളിൽ പോലും സഹകരണമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായ രീതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ പോകുമോ എന്ന് ഇന്നലത്തെ വിഷയത്തോടു കൂടി തന്നെ തോന്നുന്നുമുണ്ട്. കാരണം ഒരേ സമയം തന്നെ ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരും ഒക്കെയും ഒപ്പം പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ഗവർണറുടെ നടപടിയെ വിമർശിക്കുകയും ഗവർണറും രാജ്ഭവനും ആ ചെയ്ത നടപടിയിൽ ഉറച്ചു നിൽക്കുകയും അതിന്റെ പിന്തുണയുമായി BJP നേതാക്കൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിലും ഈ തർക്കം തുടരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്. റിജിത്ത്, സ്മിത. സലിം മാലിക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.